എന്നാൽ ഡാം തകർന്നു വരുന്ന ജലം ഇടുക്കി റിസർവോയറിൽ പ്രവേശിച്ചാലും ഇടുക്കി ഡാം വരെ എത്താൻ മിനിറ്റുകളോ മണിക്കൂറുകളോ എടുത്തേക്കാം. ഇതിൽ പലരും പറയുന്നത് പോലെ കല്ലും മണ്ണും സിമന്റും ഒന്നും ഇടുക്കി ഡാമിലേക്ക് അടുക്കാൻ പോലും സാധ്യതയില്ല. ഇടുക്കി റിസർവോയറിലെ ഏറ്റവും ദുർബലമായ ഡാമാണ് കുളമാവ് ഡാം. എന്നാൽ മുല്ലപ്പെരിയാർ ജലം ഇടുക്കി റിസർവോയറിൽ പ്രവേശിച്ചാലും കുളമാവിൽ അതിൻ്റെ ഇഫക്റ്റ് വളരെ പതുക്കെ എത്തുകയുള്ളൂ. 40 കിലോമീറ്ററിന് അടുത്ത് സഞ്ചരിച്ചാലേ അവിടെ എത്താനാവും. അവിടെ എത്തുമ്പോഴേക്കും വെള്ളത്തിൻ്റെ ശക്തി ഒന്നുമല്ലാതെയായി തീരാൻ തന്നെയാണ് സാധ്യത. മാക്സിമം സംഭവിക്കാൻ പോകുന്നത് 2018 സംഭവിച്ചതുപോലത്തെ ഒരു പ്രളയം ആയിരിക്കും. അതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. തമിഴന്മാരെയും കോടതികളെയും ചീത്ത വിളിക്കുകയും വേണ്ട. സുപ്രീം കോടതിക്ക് കേരളത്തിലെ ജനങ്ങളും തമിഴ്നാട്ടിലെ ജനങ്ങളും ഒരുപോലെ തന്നെയാണ്. ജനങ്ങളുടെ ജീവന് ആപത്താണെന്ന് ഉറപ്പായാൽ മുല്ലപ്പെരിയാർ എന്നല്ല ബക്രാനങ്കൽ അണക്കെട്ട് വരെ പൊളിച്ചു കളയാൻ കോടതിയുടെ ഉത്തരവ്